ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അത്ര സുഖമല്ലാത്ത കണ്ടീഷനിലിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറി. ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ തക്കാളി കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കുക. നമ്മളിപ്പോൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്. അതിലേക്ക് ഒരു പിടി ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പിടി ഉള്ളി, വലിയ ഉള്ളി ആയതുകൊണ്ട് ഒരു പിടി, ചെറിയ ഉള്ളിയാണെങ്കിൽ 2 പിടി എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയുള്ള 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ കല്ല് വെച്ചിട്ട് ചതയ്ക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരയണ്ട, നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇഞ്ചിയുടെ പീസും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം ചേർത്ത് ചതച്ചെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകുന്നവരിൽ ചതക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് നമ്മൾ പൾസ് ചെയ്യുന്ന പോലെ എടുത്താൽ മതി. ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന് ചതച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് അരഞ്ഞു പോയിട്ടില്ല. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ചതയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അതിനുശേഷം തക്കാളി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഈ കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാം. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നുള്ളത്, ഇന്ന രീതിയിൽ വേണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. നീളത്തിലായാലും സ്ക്വയറിലായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ ആദ്യം ചേർക്കാത്തത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് ഇളക്കി ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മളിനി കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. 2-3 തണ്ട് കറിവേപ്പില ചേർക്കാം കേട്ടോ. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങും. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്തോളൂ. പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ലല്ലോ. മുളക് പൊടിയുടെ ആ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി മുളക് പൊടിയുടെയും ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയും കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ തക്കാളി ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും ഈ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. മല്ലിയില ചേർക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഒരു
2 ടേബിൾ സ്പൂൺ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നമ്മൾ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ മല്ലിയില വേണമെന്നില്ല. ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ കറിയായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം ആ ഒരു മല്ലിയിലയുടെ ഫ്ലേവർ കിട്ടുമ്പോൾ നന്നായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം ചേർത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി എല്ലാ സൈഡും ഒരുപോലെ ആവി കയറുന്ന രീതിയിലാക്കി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. നമ്മുടെ തക്കാളി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊരു 2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. അപ്പോൾ കണ്ടോ, തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ, വെള്ളം തനിയെ ഇറങ്ങി വന്നോളും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയുടെ ഫ്ലേവർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി കടിക്കാനും കിട്ടും, കുറച്ച് തക്കാളി കുഴഞ്ഞൊരു ഗ്രേവി ആയിട്ടും കിട്ടും. നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പാകമായിട്ടുള്ള രീതിയിലായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇത്രയും തക്കാളി വേണ്ട, ഒന്നുകൂടി ഉടഞ്ഞ് ചേരണം എന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. 3 മിനിറ്റും കൂടെ അടച്ചു വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് പാകമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനും നല്ല പാകത്തിലുള്ള ഗ്രേവിയാണ്. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്, ആവശ്യത്തിന് തക്കാളി കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി അല്ലേ, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമായി, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇതിൽ ഇത്രയും വെളുത്തുള്ളി തന്നെ ചേർക്കണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്താലാണ് ഈ ഒരു തക്കാളി കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ഉള്ളി തന്നെ ചേർക്കണം. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പെർഫെക്റ്റ് ആവില്ല. ചില റെസിപ്പികളിൽ മാത്രമേ നമ്മളിങ്ങനെ നിർബന്ധമായിട്ട് പറയാറുള്ളൂ ഇന്നത് തന്നെ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതെല്ലാം ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ ഏറ്റവും ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യാനും, അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ സമയം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി വറ്റിപ്പോവും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.